വലിയ ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ഒരു രാജാവ്, ഇസ്രായേലിൻ്റെ രാജാവ് തന്നെ, താൻ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വന്ന് താൻ കരഞ്ഞു നിലവിളിക്കുകയാണ്, കർത്താവേ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടാകുമ്പോൾ സഹായിപ്പാൻ അവിടുന്നല്ലാതെ ആരുമില്ല. ആ ഒരു പ്രാർത്ഥന എത്രയോ ശക്തമാണ്. ആ വാക്കുകൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ ദൈവം ഇറങ്ങി വരുന്ന ഒരു പ്രാർത്ഥനയായിട്ട് നമുക്കതിനെ കാണുവാൻ കഴിയുന്നുണ്ട്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? താൻ പ്രാർത്ഥിച്ച ചില നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ദൈവത്തിൻ്റെ പ്രവൃത്തി ആ പ്രാർത്ഥനയിൽ ശക്തിയോടെ വെളിപ്പെട്ട് വരുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് നീ അഭിമുഖീകരിക്കുന്ന വലിയ പ്രതിസന്ധികളുടെ നടുവിൽ നിന്നുകൊണ്ട് പറ, കർത്താവേ, എനിക്കെതിരെ നിൽക്കുന്ന സകല വ്യക്തിത്വങ്ങളും ബലമുള്ള വ്യക്തികളാണ്. അവരുടെ മുമ്പിൽ എനിക്ക് നിവരെ നിൽക്കാൻ കഴിയത്തില്ല. കർത്താവാണ് എന്നെ ബലപ്പെടുത്തുന്നത്. ആ ബലം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ അവിടെയാണ് എൻ്റെ വിജയം സാധ്യമായി തീരുന്നത്. അബ്രഹാം 318 അഭ്യാസികളുമായി മുമ്പോട്ട് കടന്നുപോയി 5 രാജാക്കന്മാർ ചേർന്ന് വന്ന സൈന്യത്തെ തോൽപ്പിച്ച് മടങ്ങി വന്നു. ആ രാത്രിയിൽ തൻ്റെ ഉള്ളിൽ അതുവരെ ഇല്ലാത്തൊരു ഭയം വെളിപ്പെട്ടു. ഇനി ഈ 5 പേരൂടെ പ്രബലപ്പെട്ട് തന്നെ തകർത്ത് കളയുവാൻ വേണ്ടി കടന്നു വരുമോ എന്നുള്ള ഭയം തന്നെ വല്ലാണ്ട് അലട്ടിയപ്പോൾ സർവശക്തനാകുന്ന ദൈവം അവൻ്റെ അരികിലേക്ക് ഇറങ്ങി വന്നിട്ട് പറയുക, ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്, ഞാൻ എൽ ഷദായി ആണ്, നീ ഭയപ്പെടണ്ട എന്നുള്ള ഒരു ബലത്തെ അവൻ്റെ ജീവിതത്തിലേക്ക് കൈമാറിക്കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ ദിവസം ബലം നഷ്ടപ്പെട്ട് നിൽക്കുന്ന സാഹചര്യങ്ങളെ നോക്കിയിട്ട് ചിലപ്പോൾ രോഗം വല്ലാതെ മൂർച്ഛിച്ച് സകല ബലവും നഷ്ടപ്പെട്ടിരിക്കുകയായിരിക്കാം. ഈ വരുന്ന ദിവസങ്ങൾ കഴിയുമ്പോൾ ഞാൻ എങ്ങനെ കാര്യങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകും എന്ന നിലയിൽ ബലം നഷ്ടപ്പെട്ടിരിക്കുകയായിരിക്കാം. പുതിയ വർഷത്തിലേക്ക് കയറുമ്പോൾ എൻ്റെ കുടുംബജീവിതത്തിനകത്തിൽ ഞാൻ എന്തായിത്തീരും, അല്ലെങ്കിൽ മക്കളുടെ ഭാവിയുടെ വിഷയത്തിൽ എന്ത് ഞാൻ ചെയ്യും, അങ്ങനെ 100 വിഷയങ്ങളുടെ മുമ്പിൽ ബലം ക്ഷയിച്ചു പോയതുപോലെ നിലനിൽക്കുന്നു എങ്കിൽ അകത്തളത്തിൽ ശക്തിയോടെ വിളിച്ചു പറ, എൻ്റെ ദൈവം എന്നെ ബലപ്പെടുത്തും, എൻ്റെ ദൈവം എന്നെ ഉറച്ച് നിർത്തുമാറാക്കും. ആ ഒരു നിലയിൽ നീ ഒന്ന് വിശ്വസിക്കാൻ തയ്യാറാകുമ്പോഴാണ് നിൻ്റെ ജീവിതത്തിൻ്റെ മേൽ ആ ദൈവികമായ ബലം വർദ്ധിച്ചു വരുവാൻ ഇടയാകുന്നത്. മറിയ എന്ന വ്യക്തിത്വത്തിൻ്റെ ജീവിതത്തിൻ്റെ മേൽ കൃപ പകർന്ന് മുമ്പോട്ട് ശക്തിയോടെ നിന്നപ്പോൾ അവൾ പറയുന്ന ആ പദം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വചനം ഇങ്ങനെ പറയുകയാണ്, ശക്തനാകുന്നവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. പ്രിയ ദൈവവൈതലേ, നീ തകർന്നു പോകേണ്ടുന്ന സ്ഥാനത്ത് നിന്റെ തല ഒരു കാരണവശാലും മറ്റുള്ളവരുടെ മുമ്പിൽ ഉയർന്നു നിൽക്കുവാൻ കഴിയില്ലാത്ത നിലയിൽ എല്ലാവരും നിന്ദിക്കുമ്പോഴും പരിഹസിക്കുമ്പോഴും നിന്നെ വിളിച്ച് വേർതിരിച്ച ആ നല്ല കർത്താവ് നിന്നെ വിട്ട് മാറിപ്പോയിട്ടില്ല. ഉലകത്തെ ഉണ്മയായി സൃഷ്ടിച്ച ആ നല്ല കർത്താവ് നിന്റെ പ്രാർത്ഥനാ മുറിയിലേക്ക് ഇറങ്ങി വരും എന്നുള്ളതാണ് ഞാൻ ഈ സമയം നിങ്ങളുടെ മുമ്പിൽ കൈമാറുന്നത്. നീ ശ്രദ്ധിച്ചു നോക്കിക്കേ, നസ്രയനാകുന്ന യേശുവും വ്യക്തമായി ആലോചന പറയുകയാണ്, ബലവാനെ പിടിച്ച് കെട്ടിയിട്ടല്ലാതെ അവൻ്റെ കോപ്പ് കവരാൻ കഴിയത്തില്ല. അങ്ങനെയാണെങ്കിൽ നിനക്ക് വിരോധമായി നിലനിൽക്കുന്ന ആ ബലമുള്ള വിഷയം എന്താണ്? അത് രോഗമാകട്ടെ, അത് ജോലിയിലെ തടസ്സമാകട്ടെ, അല്ലെങ്കിൽ നീ അനുഭവിക്കുന്ന എന്ത് തന്നെ വിഷയമാകട്ടെ, ആ വിഷയത്തെ നോക്കിയിട്ട് വിളിച്ചു പറ, ഇന്ന് എൻ്റെ ദൈവം ആ ബലത്തെ എൻ്റെ മുമ്പിൽ ചവിട്ടിക്കളയാൻ പോവുകയാണ്. എനിക്ക് മുമ്പോട്ട് യാത്ര ചെയ്യുവാൻ കഴിയാത്ത നിലയിൽ നിൽക്കുന്ന ആ വലിയ ബലത്തെ എനിക്ക് തോൽപ്പിക്കാൻ കഴിയത്തില്ല. പക്ഷേ എൻ്റെ ദൈവം ഇറങ്ങി നിന്നാൽ ഞാനതിനെ നിഷ്പ്രയാസം പരാജയപ്പെടുത്തിക്കൊണ്ട് എൻ്റെ മുമ്പിൽ എനിക്ക് ജയിക്കുവാൻ കഴിയാതെ നിന്ന ആ വലിയ ബലമുള്ള വിഷയം എൻ്റെ കാൽച്ചുവട്ടിലേക്ക് മാറുന്നത് ഞാൻ കാണാൻ പോകുകയാണ്. ആ ഒരു നിലയിൽ ഈ ദിവസം ഒന്ന് വിശ്വസിക്കാൻ കഴിയുമോ? സെരുബാബേൽ എന്ന് പറയുന്ന വ്യക്തിത്വത്തെ കൂടെ ഞാൻ പരിചയപ്പെടുത്തട്ടെ. ആ മനുഷ്യൻ പറയുകയാണ്, ഞാൻ എങ്ങനെ ഈ പ്രതിസന്ധിയെ മറികടക്കും? പക്ഷേ താൻ മുമ്പോട്ട് ദൈവത്തിൻ്റെ വാഗ്ദത്തം കേട്ട് പുറപ്പെട്ടു. അവിടെ എന്താ സംഭവിച്ചത്? താൻ മുമ്പോട്ട് ചുവട് വെക്കുവാൻ എടുത്ത കാര്യത്തെ ദൈവം കണ്ടിട്ട് അവനെ ആശീർവദിച്ച് അവനോട് കൂടെ നിന്ന് അവൻ്റെ കാര്യത്തെ സാധ്യമാക്കി കൊടുത്ത നല്ല കർത്താവ് ഈ ആണ്ടിൻ്റെ അവസാന ദിവസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങളോടും പറയുവാനുണ്ട്, നീ ഏത് വിഷയത്തിലാണോ ബലഹീനനായിരിക്കുന്നത്
ആ ബലഹീനമായ വിഷയത്തെ നോക്കിയിട്ട് വിളിച്ചു പറ, എനിക്ക് ജയിക്കാൻ കഴിയാത്ത ആ വിഷയത്തെ ഞാൻ കർത്താവെ അങ്ങയുടെ കരത്തിലേക്ക് കൈമാറുകയാണ്. അവിടെ എനിക്കൊരു വലിയ വിജയം കർത്താവ് സാധ്യമാക്കി തീർക്കും. കാരണം അബ്രഹാമിനോട് ഇറങ്ങി നിന്ന് ആലോചന പറഞ്ഞ സർവശക്തനാകുന്നവൻ എന്നോട് കൂടെയുമുണ്ട്. അതുകൊണ്ട് ആസ പ്രാർത്ഥിച്ച പ്രാർത്ഥന നമുക്കൊരിക്കൽ കൂടെ ഒരുമിച്ച് ചേർന്ന് പറയാം. കർത്താവെ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യം ഉണ്ടാകുമ്പോൾ സഹായിപ്പാൻ അവിടുന്നല്ലാതെ ആരുമില്ലാത്ത നിനക്ക് തുണയായി കർത്താവ് ഇറങ്ങി നിൽക്കും. കർത്താവിൻ്റെ കരത്തെ പൂർണ്ണമായി വിശ്വസിക്കുക. മുമ്പോട്ട് വിജയിച്ച് ജയിക്കുക. നമുക്ക് ഒരുമിച്ച് നിൽക്കാം. കർത്താവ് അത്ഭുതത്തെ പ്രവർത്തിക്കും. ഐ ബ്ലെസ് യു. ജീസസ് നെയിം. ആമേൻ.